തുലാം രാശി ചിത്രാ നക്ഷത്രത്തിന്റെ അവസാന പകുതിയും ചോതിയും വിശാഖം നക്ഷത്രത്തിന്റെ ആദ്യ മുക്കാൽ ഭാഗവും വിളിച്ചിരിക്കുന്നതായ തുലാം രാശിക്കാർക്ക് രണ്ടാം ഭാവത്തിൽ ശനിയും 6-ൽ കേതുവും 11-ൽ സർവാഭീഷ്ട രാശിയിലായിട്ട് വ്യാഴനും ചൊവ്വയും ശുക്രനും 12-ാം ഭാവത്തിൽ ബുധനും രാഹുവും സൂര്യനും ഒക്ടോബർ 18-ന് ശേഷം സൂര്യൻ ജന്മത്തിലേക്കും മാറുന്നതായിരിക്കുന്ന ഒരു സമയമാണ്. ഗുണദോഷ മിശ്രത്തിൽ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കുന്ന ഒരു കാലഘട്ടമായിട്ടാണ് ഈ ഒരു മാസം പ്രധാനമായിട്ടും പറയുക. എങ്കിലും കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് എന്തുകൊണ്ടും കുറച്ചൊരു ഗുണാനുഭവങ്ങളെല്ലാം തന്നെ കൂടുതൽ പറയാവുന്ന ഒരു മാസമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഭാഗ്യപരമായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം തന്നെ ഈ മാസം വന്നു ചേരും. കുടുംബസുഖം, കർമ്മ വ്യാപാരാദികളിൽ നിന്ന് പുരോഗതി എന്നിവ പ്രതീക്ഷിക്കാം. പിതൃസംബന്ധമായി കിട്ടാവുന്ന ധനലാഭത്തിനും അതുപോലെ തന്നെ കൂട്ടുസ്വത്ത് അല്ലെങ്കിൽ കുടുംബസ്വത്തിനെല്ലാം തന്നെ യോഗം പൊതുവെ കാണുന്നുണ്ട്. വ്യാപാരികൾക്കും ഏജൻസി ഇടപാടുകാർക്കും സത്ഫലങ്ങൾ ഉണ്ടാകുന്നൊരു സമയമായിട്ടാണ് പറയാ. കഴിഞ്ഞ കാലങ്ങളിൽ കുറെ കാലങ്ങളായിട്ട് അനുഭവപ്പെട്ടു വന്നിരുന്നതായ ഒരു തടസ്സങ്ങൾക്കെല്ലാം തന്നെ ഒരു മാറ്റം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള ഒരു മനസ്വസ്ഥതയും അതുപോലെ തന്നെ പ്രതീക്ഷിക്കുന്ന ഭാഗത്തു നിന്നുള്ള സഹായങ്ങൾ, സാമ്പത്തികമായും മറ്റുമുള്ളതായിരിക്കുന്ന സഹായങ്ങളെല്ലാം തന്നെ ലഭ്യമാകുന്ന ഒരു സമയമാണ്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും അനുകൂലം തന്നെയാണ്. രാഷ്ട്രീയക്കാർക്ക് അംഗീകാരവും മത്സരങ്ങളിൽ വിജയവും പൊതുവെ പ്രതീക്ഷിക്കാം. ഉന്നതരായിരിക്കുന്ന വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുന്നത് കൊണ്ട് പുതിയ പുതിയ അവസരങ്ങളെല്ലാം തന്നെ വരികയും അത് നിമിത്തം നല്ല ഗുണാനുഭവങ്ങളെല്ലാം തന്നെ വന്നു ചേരുകയും ഫലമാണ്. വീട്ടമ്മമാർക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കൂടുതൽ ഗുണാനുഭവം പ്രധാനമായിട്ടും പ്രതീക്ഷിക്കാം. മാസത്തിന്റെ തുടക്കത്തിൽ ചെറിയ രീതിയിലുള്ള കുടുംബത്തിലെ സ്വസ്ഥതക്കുറവ് പൊതുവെ പ്രതീക്ഷിക്കാവുന്നതാണ്. കുടുംബത്തിലെ വ്യക്തികൾക്ക് ആർക്കെങ്കിലും രോഗാദി പ്രയാസങ്ങൾ വരിക നിമിത്തമായിട്ട് ആശുപത്രി വാസവും ചിലപ്പോൾ വേണ്ടി വന്നേക്കാം. എങ്കിലും മാസാവസാനത്തോടു കൂടിയിട്ട് കാര്യങ്ങൾ നല്ല രീതിയിലുള്ള ഒരു മാറ്റം പൊതുവെ ഉണ്ടാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പൊതുവെ ഈ മാസം ഗുണം തന്നെയാണ്. മുടങ്ങിക്കിടന്നിരുന്നതായ കാര്യങ്ങളെല്ലാം തന്നെ പുനരാരംഭിക്കാൻ പൊതുവെ കഴിയും. സന്താനപരമായിട്ടും അതുപോലെ തന്നെ ഗൃഹപരമായിട്ടും എല്ലാം തന്നെ ഗുണം പൊതുവെ പ്രതീക്ഷിക്കാം. ഗുണാഭിവൃദ്ധിക്കായി ഭഗവതിങ്കൽ ലളിതാ സഹസ്രനാമ അർച്ചന വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നത് ഗുണം ചെയ്യും. തുലാം രാശി ചിത്രാ നക്ഷത്രത്തിന്റെ